കോൺഗ്രസ് സിന്ദാബാദ്. ജോസ് കെ മാണി സിന്ദാബാദ്. കേരള കോൺഗ്രസ് സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, മുരുങ്ങൂർ മേൽ പാലത്തിന് ഇരുട്ടിനെ ശിഥിലമാക്കി പ്രകാശപൂരിതം നിർമ്മിച്ച ജോസ് കെ മാണിക്ക് അഭിവാദ്യങ്ങൾ. ജോസ് കെ മാണി നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ മുരിങ്ങൂർ റെയിൽവേ മേൽപ്പാലത്തിന്മേലാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകരാണ് നിൽക്കുന്നത്. ഇതൊരു 3-4 മാസം മുൻപ് ഇതേ മേൽപ്പാലത്തിന്മേൽ പ്രതിഷേധ ജ്വാല എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷത്തിലേറെയായി ഈ റെയിൽവേ മേൽപ്പാലത്തിൽ ലൈറ്റുകൾ തെളിഞ്ഞിട്ട്. ഈ വിഷയം പല ഭരണാധികാരികളുടെ മുന്നിൽ വെച്ചിട്ടും ആർക്കും ഒരു ഇടപെടൽ നടത്താനും സാധിച്ചില്ല. MLA ഉണ്ട്, MP ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്, ഒക്കെ തന്നെയുണ്ട്. പക്ഷേ യാതൊരുവിധ ഇടപെടൽ നടത്തിയില്ല. അവസാനം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകർ യൂത്ത് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. ഇപ്പോൾ എന്താണ് സംഭവം? കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി സാറ് ചാലക്കുടിയിലെ പ്രകാശ മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ റെയിൽവേ മേൽപ്പാലത്തിന്മേൽ അദ്ദേഹം 6 ലക്ഷം രൂപ ഇവിടെ വൈദ്യുതി ദീപങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി 6 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. ചാലക്കുടിയിലെ പ്രകാശ മനുഷ്യനായിട്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി സാർ മാറിയിരിക്കുന്നു. ചാലക്കുടിക്കാരുടെ നന്ദി, അതിന് ഈ ജോസ് കെ മാണി സാറിനോട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളും യൂത്ത് ഫ്രണ്ടിൻ്റെ ഭാരവാഹികളും ചേർന്ന് ഈ റെയിൽവേ മേൽപ്പാലത്തിൽ ആഹ്ലാദാരവം എന്നൊരു പരിപാടി ഇപ്പോൾ നടത്താൻ പോവുകയാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് ഭാരവാഹികളോട് ചോദിച്ചറിയാം. 5 കോടി രൂപ പ്രതിവർഷം ഫണ്ട് കിട്ടുന്ന MP ബെന്നി ബെഹനാനുണ്ട്. അതുപോലെ തന്നെ MLA TJ സനീഷ് കുമാർ ജോസഫ് ഉണ്ട്. അവരൊന്നും ഈ പ്രദേശത്തേക്ക് ജനാധിപത്യ കോട്ടയാണ്, ഞങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് വോട്ടുകൾ തരും, വികസനം വേണ്ട എന്നുള്ള അവരുടെ ആ മർക്കടമുഷ്ടിക്കെതിരെ കേരള കോൺഗ്രസ് എം മത്സരിച്ച ചാലക്കുടി സീറ്റ് കേരള കോൺഗ്രസ് 1052 വോട്ടിന് തോറ്റുവെങ്കിലും തോറ്റോടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിൽ പിന്നോട്ട് നിൽക്കുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്കരനായ പാർട്ടി ചെയർമാന് അന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ വെറും ഒരു പ്രകസനത്തിന് വേണ്ടിയുള്ള സമരമല്ല, ഈ സമരം എന്തിനു വേണ്ടി നടത്തിയോ അത് ജനപ്രതിനിധികൾ ചെയ്തില്ല എങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വെളിച്ചം പകരുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അത് പ്രിയങ്കരനായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയെ അറിയിച്ചപ്പോൾ അദ്ദേഹം ചാലക്കുടി നിയോജകമണ്ഡലം കേരള കോൺഗ്രസിന്റെ നിയോജകമണ്ഡലമാണ്, കേരള കോൺഗ്രസ് മത്സരിക്കുവാൻ വേണ്ടി ജനങ്ങൾ 1052 വോട്ട് തോൽപ്പിച്ചുവെങ്കിലും ഞങ്ങൾ ആ മണ്ഡലത്തെ ഇട്ടോക്കി പോകുന്നില്ല, വികസനത്തിന് മുൻപന്തിയിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനാവശ്യമായ 6 ലക്ഷം രൂപ അദ്ദേഹം അനുവദിച്ചുകൊണ്ട് ഇനിയും ചാലക്കുടി നിയോജകമണ്ഡലത്തിന്റെ വികസനത്തിന് അദ്ദേഹം ഇതിൽ തുടക്കം മാത്രമാണ്. ഇനിയും ഈ പാർട്ടി നിയോജക കമ്മിറ്റി ഒറ്റക്കെട്ടായി ഇവിടുത്തെ വികസനത്തിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും. എന്തായാലും ഇവിടെ ലോക്സഭാ മെമ്പറും MLAയും നോക്കി നിൽക്കുമ്പോൾ കേവലം ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രം ഈ 6 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ഇനിയും ഈ വികസന നേട്ടങ്ങൾക്കായി ചാലക്കുടിയെ കാതോർത്തിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേ വീതിയുടെ ഇതേ സമീപമുള്ള ഓരത്ത് വെച്ച് മുരിങ്ങൂർ റെയിൽവേ മേൽപ്പാലത്തിന് വൈദ്യുതി വിളക്കുകൾ കത്താതായിട്ട് 5-ലേറെ വർഷങ്ങളായിരുന്നു. അത് പുനഃസ്ഥാപിക്കണമെന്നും ഇവിടുത്തെ MPയും MLAയും ആ വിഷയത്തിൽ മുൻകൈ എടുക്കണമെന്നും പറഞ്ഞു. അവരത്തരം വിഷയങ്ങളെ മുൻകൈ എടുത്തില്ല എന്ന് മാത്രമല്ല, ഇത്തരം വിഷയങ്ങളെ കണ്ടില്ല എന്ന് എടുക്കുകയാണ് ചെയ്തത്. ഈ അവസരത്തിലാണ് നമ്മുടെ പാർട്ടിയുടെ ചെയർമാനും രാജ്യസഭാ മെമ്പറുമായിട്ടുള്ള ജോസ് കെ മാണി സാറിനുമായി ബന്ധപ്പെടുന്നത്. അതാദ്യമായിട്ട് യോഗം അന്ന് ഉദ്ഘാടനം ചെയ്ത ബേബി മാത്യു കാവുങ്കലാണ് ഈ വിഷയം ആദ്യമായിട്ട് പാർട്ടി ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അങ്ങനെ എന്നോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം വിളിക്കാൻ ആവശ്യപ്പെടുകയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയും നമുക്കൊരു പ്രാഥമിക ഘട്ടത്തിൽ ഒരു 6 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളെ ലൈറ്റുകളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും 2ാം ഘട്ടം ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പിന്നീട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നൊരു നിർദ്ദേശം വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചെയർമാനും രാജ്യസഭാ മെമ്പറുമായ ജോസ് കെ മാണി സാറ് 6 ലക്ഷം രൂപ മുരിങ്ങൂർ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വിളക്ക് കാലുകൾ നിർമ്മിക്കുവാനായിട്ട് സഹായത്തിനുള്ള ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ്. ഈ ഫണ്ട് ഇവിടെ MLA ഉണ്ട്, അവർക്ക് MP ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെ ഇതൊന്നും കാണാതെ എന്ന് പറയുക ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന ആളുകളും ഉണ്ടയില്ലാ വെടികളും നടത്തുന്ന ഇവർ ഇത്തരം കാര്യങ്ങളെ കണ്ണു തുറന്ന് കാണണമെന്നാണ് പറഞ്ഞത്. കാരണം കോട്ടയത്തിനടുത്ത് പാലയിൽ നിവസിക്കുന്ന പാർട്ടിയുടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഫണ്ടുകളും മറ്റു പ്രദേശങ്ങളിൽ വേണം ചെയ്യാം. പക്ഷേ ഇത്രയും ജനകീയമായ വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ഈ ഫണ്ട് ഇവിടെ ഉപയോഗിക്കാൻ കാണിച്ച ഈ സന്മനസ്സിനെ കേരള കോൺഗ്രസ് പാർട്ടി ചാലക്കുടി നിയോജക കമ്മിറ്റി വേണ്ടി ആദ്യമായിട്ട് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം വിഷയം ജോസ് കെ മാണി സാറിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചതിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ബേബി മാത്യു കാവുങ്കലിനെയും അതുപോലെ തന്നെ പോളി ഡേവിസ് നിയോജക പ്രസിഡന്റിനെയാണ്. പാർട്ടിക്ക്
ഇത്തരം ഫണ്ടുകൾ ചാലക്കുടി നിയോജകമണ്ഡലത്തിലേക്ക് പാർട്ടി ചെയർമാൻ പാലയിൽ നിന്നും ഫണ്ട് അനുവദിച്ചു തന്നെ നിയോജക മണ്ഡലം യൂത്തിൻ്റെ ഏറ്റവും ഭാഗ്യമായ ഒരു നിമിഷമാണ്. ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി MP 6 ലക്ഷം രൂപയാണ് ഈ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് തെരുവ് വിളക്കുകൾക്ക്, സോളാർ വിളക്കുകൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ ചാലക്കുടിയുടെ MLAയും MP യും വികസന രംഗത്ത് ജനങ്ങൾക്കൊപ്പമില്ലാതെ നിൽക്കുമ്പോൾ ജനങ്ങളുടെ ക്ഷേമമാണ് വലുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ ചെയർമാൻ ഈ ഫണ്ട് നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് എക്കാലവും കേരള കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പമുണ്ട്, നാടിനൊപ്പമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിളംബരമായിട്ടാണ് ഈ ഫണ്ട് നമുക്ക് അനുവദിച്ചത്. തീർച്ചയായും പാർട്ടിയുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP യെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ, നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് പണി തീർത്ത് വർഷങ്ങൾക്ക് ശേഷവും ഇതിലൂടെ സഞ്ചാരയോഗ്യമാക്കുവാൻ ഈ രാത്രികാലങ്ങളിൽ ലൈറ്റില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ കണ്ട് നമ്മൾ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും അത് അനുവദിക്കാതിരുന്നപ്പോൾ നമ്മളിവിടെ ഒരു പ്രതിഷേധ ജ്വാല നമ്മളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിന് മുൻകൈ എടുത്തത് നമ്മുടെ യൂത്ത് ഫ്രണ്ടിൻ്റെ ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയാണ്. പ്രസിഡന്റ് ശ്യാമിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അന്ന് ഉദ്ഘാടനം ചെയ്ത ശ്രീ ബേബി മാത്യു ആവശ്യപ്പെട്ട പ്രകാരം അതിന് ഫോളോ അപ്പ് ചെയ്ത നമ്മുടെ നിയമമണ്ഡലം പ്രസിഡന്റ് ശ്രീ പോളി ഡേവിസ് അടക്കം നമ്മുടെ ചെയർമാൻ രാജ്യസഭ MP ആയ ശ്രീ ജോസ് കെ മാണിയെ സമീപിക്കുകയും അത് പരിഗണിക്കുകയും ഇന്നിവിടെ നമുക്കിപ്പോൾ ഈ ഓവർബ്രിഡ്ജിൽ വെളിച്ചം പകരുന്നതിന് വേണ്ടി MP ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ MP ഉണ്ട്, MLA ഉണ്ട്. അവരാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ഈ സംരംഭത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ നമ്മുടെ ചെയർമാന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ചാലക്കുടിക്ക് വേണ്ടി മുരിങ്ങൂർ മേൽപ്പാലത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനായിട്ട് 6 ലക്ഷം രൂപ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ ഒരു മാസം മുൻപ് നടന്ന ഒരു സമരത്തിൻ്റെ ആ ഒരു വിലയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. ഈ ചാലക്കുടി നിവാസികളെല്ലാം ഉറ്റുനോക്കി അന്നത്തെ ആ ഒരു സമരം ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയിലെ യൂത്ത് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പ്രതിഷേധ ജ്വാല, അതിൻ്റെ ബഹിസ്ഫുരണം എന്നോണമാണ് നമുക്ക് നമ്മുടെ ചെയർമാൻ, അതായത് രാജ്യസഭ MP ആയിട്ടുള്ള ശ്രീ ജോസ് കെ മാണി, അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും ചാലക്കുടിക്ക് ഒരു പ്രത്യേക പരിഗണന നൽകി. അദ്ദേഹത്തിന് കേരളത്തിലെ ഏത് മണ്ഡലങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ഫണ്ട് വികസനത്തിനായി ഉപയോഗിക്കാമെങ്കിലും ചാലക്കുടിക്ക് വളരെയധികം പരിഗണന നൽകി എന്നുള്ളതാണ് നമുക്ക് ഇത്തരണത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. പ്രകാശപൂരിതം നിർമ്മിച്ച ജോസ് കെ മാണിക്ക് അഭിവാദ്യങ്ങൾ.